ഹലോ, ഇന്നും നമുക്കൊരു ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ ഏർലി മോർണിംഗ് എണീറ്റ് സെറ്റായി മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയതെന്താ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ സാരി നമ്മളുടെ മലയാള അക്ഷരങ്ങൾ ഫുള്ള് ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഇയറിങ് ഞാൻ ബന്ധൂര എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തൊരു ഇയറിങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എന്താ പറയുക, ആ കമ്മലിന് വിടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആൻഡ് നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഭയങ്കര സിമ്പിൾ സട്ടിൽ മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിപ്സ്റ്റിക്ക് ഇടാത്തതുകൊണ്ടൊരു കംപ്ലീറ്റ് ഫീൽ ഇപ്പോൾ കിട്ടില്ല. ബട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പം ഓൾ സെറ്റായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു റെഡ് ബാങ്കിളും അതിൻ്റെ കൂടെ തന്നെ റെഡ് ലിപ്സ്റ്റിക്കും ഒരു റെഡ് പൊട്ടുമാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. കുറച്ചൊന്ന് ഐ ഷാഡോ കുറച്ചൊരു പിങ്കിഷ് ഷെയ്ഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ വിങ് ചെയ്തു. ലാഷസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഹെയറും ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് വെച്ചിട്ടൊരു മുല്ലപ്പൂവും വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്നെ മേക്ക് ഓവർ ചെയ്തത്. ആക്ച്വലി അവളെൻ്റെ നൈബറും കൂടെയാണ്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് സാരി ആക്ച്വലി ഞാൻ വാങ്ങിച്ച ദിവസം എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ ദിവസം കറക്റ്റ് സെറ്റായിരുന്നു. പക്ഷെ ഇന്നത് ഇട്ട സമയത്ത് ബ്ലൗസ് കുറച്ച് ലൂസായോ എന്നൊരു ഡൗട്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് ഭയങ്കര കംഫർട്ടബിളായൊരു ക്ലോത്ത്. ഇത് ആക്ച്വലി ശോഭികയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നമ്മളെ എന്താ പറയുക, ഭയങ്കര ഒതുങ്ങി നിൽക്കുന്നൊരു ടൈപ്പ് ക്ലോത്തായിരുന്നു. നല്ല ഇടാനും നല്ല സുഖമുണ്ടായിരുന്നു. ആൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തറവാട്ട് പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. മഴയുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ വി മാനേജ് ടു ഷൂട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നബീലാണ് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നത്. നല്ല ആംബിയൻസ് ആയിരുന്നു. തറവാടൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് സി യു.